സഹൃദയരെ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അഭിനേതാവായ നമ്മുടെ സ്വന്തം ജാക്കി ചാൻ്റെ പുതിയൊരു ചലച്ചിത്രം വെളിയിൽ വന്നിട്ടുണ്ട്. ദ ഷാഡോസ് എഡ്ജ് എന്നാണ് അതിൻ്റെ പേര്. ഇത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിനിമ ദ ലെജൻഡ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പേര്. അതുകൂടി പുറത്തു വന്നിരുന്നു, പക്ഷേ അത് കൊള്ളൂല. ഇത് കൊള്ളാം. ഈ സിനിമ വളരെ നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. സംഭവം വേറൊന്നുമല്ല, പോലീസും കള്ളനും. അത് തന്നെയാണ് ജാക്കി ചാൻ്റെ മിക്ക സിനിമകളിലും ഇതൊരു സ്ഥിരം സംഭവവികാസമായിട്ടുണ്ട്. പക്ഷേ സിനിമ കൊള്ളാം. പ്ലോട്ട് പഴയതാണെങ്കിലും സിനിമ വളരെ നന്നായിട്ടുണ്ട്. ഏതായാലും യുവതലമുറയിലുള്ള പുതിയ കള്ളന്മാർ ആധുനിക രീതിയിൽ ബിറ്റ്കോയിനോ ക്രിപ്റ്റോ കറൻസിയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, 500 കോടി വില മതിക്കുന്ന അത്രയും വില കൂടിയ അടിച്ചു മാറ്റുന്നു എവിടെ നിന്നോ. പിന്നെ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഈ സിനിമ. കള്ളന്മാർ അല്പം പ്രൊഫഷണൽസ് ആയതുകൊണ്ട് തന്നെ അവരെ തപ്പിപ്പിടിക്കാൻ പോലീസുകാർ അല്പം പണിപ്പെടുന്നു. അതിനുവേണ്ടിയാണ് നമ്മുടെ ജാക്കി ചാനെ അവരെ ഇറക്കുന്നത്. ജാക്കി ചാൻ ഇങ്ങനെ പോലീസ് നിന്ന് റിട്ടയർഡായി സമാധാനപരമായി ജീവിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് പോയി തപ്പിപ്പിടിച്ച് ഇങ്ങനെ പുതിയ കളർമാർ ഇറങ്ങിയിട്ടുണ്ട്, അവരെ പിടിക്കാൻ നമുക്കൊരു സഹായം വേണം എന്ന് പറഞ്ഞ് പൊടി തട്ടി കൊണ്ടുവരുന്നത്. അതും അണ്ടർ കവറിലാണ് വർക്ക് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ പോലീസുകാർ അണ്ടർ കവറിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ള ഒരു നൂലാമാലകളും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നത് അതൊക്കെ വളരെ വ്യക്തമായി ഇതിൽ കാണിക്കുന്നുണ്ട്. അവരുടേതായ രീതിയിൽ ചൈനീസ്, ഹോങ്കോങ് അങ്ങനെയൊക്കെ അവിടേക്കുള്ള രീതിയിൽ, നമ്മുടെ ഇവിടെയുള്ള രീതിയിലല്ല. അവിടെയെല്ലാം വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് പോലും അവർ വളരെ വ്യക്തമായി എടുത്ത് കാണിക്കുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയ ആക്ഷൻ സീൻസ് ഒന്നുമില്ല, ചെറിയ ചെറിയ ആക്ഷനൊക്കെ ഉണ്ട്. പിന്നെ പുള്ളിക്ക് വയസ്സായില്ലേ, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, പണ്ട് എങ്ങനെ നടന്നതാണെന്ന് അറിയാലോ എല്ലാവർക്കും. ഇനി ഈ കള്ളന്മാരെ പറ്റി പറയുകയാണെങ്കിൽ, ഓർഫണേജിൽ നിന്നും ഇവർ ദത്തെടുത്താണ് ഇവരുടെ അച്ഛൻ വളർത്തുന്നത്. അവരുടെ അച്ഛനാണെങ്കിൽ പെരുങ്കള്ളനും. കള്ളന്മാരൊട്ടും മോശക്കാരല്ല. ടെക്നോളജി പരമായാലും ആയോധന വിദ്യകളിലായാലും പ്രഗത്ഭന്മാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം ജാക്കി ചാന് മുട്ടി നിൽക്കാൻ കഴിയുന്ന പാകത്തിലാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ജാക്കി ചാൻ ഈ സിനിമ കണ്ടപ്പോഴാണ്, ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് പഴയ ഒരു സിനിമയാണ് ഓർമ്മ വന്നത്, ആർമർ ഓഫ് ഗോഡ്. ജാക്കി ചാൻ്റെ പഴയ സിനിമകൾ. അതൊക്കെ ആയിരുന്നു ഒരു സിനിമ. ഞാൻ കൊച്ചിയിലേക്ക് കാണുമ്പോൾ എന്തിനായിരുന്നു, അതിലൊരു കാറുണ്ടായിരുന്നു. ആ കാറിന് ജാക്കി ചാൻ ഇങ്ങനെ, ആ കാറിന് ശത്രുക്കൾ ഇങ്ങനെ വരുമ്പോൾ കാറിൽ നിന്ന് ഒരു ചെറിയ കാറിലായി അതിലൂടെ പോകുന്നു. അതൊക്കെ ഏതായിരുന്നു സിനിമ. അതുപോലെ ആ സിനിമ ആർമർ ഓഫ് ഗോഡ് ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു. അത് തുടങ്ങുമ്പോൾ തന്നെ കുറേ കാട്ടുവാസികളായിട്ടൊക്കെ ചെറിയൊരു ഫൈറ്റ് ഉണ്ട്. അത് ആദ്യം ജാക്കി ചാൻ പോയി അവിടെ നിന്ന് കല്ലുകളെടുക്കുമ്പോൾ അവർക്ക് അതൊരു വിഷയമല്ല, കല്ല് മൊത്തം എടുത്തോളൂ എന്ന് പറയും. പക്ഷേ അവിടെ നിന്ന് അവരെ വെള്ളം എന്തോ എടുക്കുമ്പോഴാണ് വിഷയമാവുന്നത്. അങ്ങനെ ആദിവാസികളെ കാട്ടുവാസികൾ തമ്മിൽ ജാക്കി ചാൻ തമ്മിൽ വിഷയമാവും. അങ്ങനെ അവരെ ചേസൊക്കെ കൊണ്ട് അതിലൊരു പാളയിലൊരു സംഭവമുണ്ട്. അതിലേക്ക് നേരങ്ങി ഒരു പോക്കാണ്. അതിലേക്കൂടെ ഇറങ്ങി അവർ മലയുടെ പണിയത് പാളയിലേക്ക് നേരങ്ങി വന്നൊരു പ്ലെയിനൊക്കെ സെറ്റ്, ചെറിയ പ്ലെയിൻ എടുത്ത് പോകുന്നു. ആ പ്ലെയിൻ കാണുമ്പോൾ ആ കാട്ടുവാസികൾ ദൈവമാണ് നേരെ തൊഴുന്നു. അതൊരു മാരക സിനിമയായിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ടത്. അതിനെ കൊച്ചിയിലാണ് കാണേണ്ടത്. മനോഹരമായ ഒരു സിനിമയായിരുന്നു അത്. അതിൽ ഞാൻ ഡെയിലി രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഈ ജാക്കി ചാൻ പ്ലെയിനിൽ കയറി രക്ഷപ്പെടുന്നവരെ കാണും. എന്നിട്ടാണ് സ്കൂളിൽ പോകണത്. ഡെയിലി കാണുന്നത്. അത് CD ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. ആ ഡിസ്കിലുണ്ടായിരുന്നു. ആ 3 സിനിമകളും ഒരു ഡിസ്കിലുണ്ടായിരുന്നു. വളരെ എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ടത് ഞാനാണെന്നോ ആ സിനിമ ഡെയിലി കണ്ടിരുന്നത്. ദൈവമേ, പൊളി സിനിമയായിരുന്നത്. അതൊക്കെ ഒരു കാലം. ഇനി അതിലത്തെ സിനിമ കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കള്ളന്മാർ വേഷം മാറുന്നതിലേക്ക് വളരെ പ്രഗത്ഭരാണ്. അത് വളരെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതും ആ ഒരു ഭാഗവും എനിക്കിഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമ്മളത് മാക്സിമം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു ചേസിങ്, ഒരു കള്ളനും പോലീസും അത് തമ്മിലുള്ള ഒരു ചേസിങ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അണ്ടർ കവർക്ക് വളരെ വ്യക്തമായി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ് ദ ഷാഡോസ് എഡ്ജ്. വളരെ മനോഹരമായ മൂവി, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ സഹൃദയരെ, നമുക്ക് ഇവിടെ പറയാൻ സമയം ആഗതമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം ക്ഷമാശീലരായി നമ്മോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. വളരെ നന്ദി. വീണ്ടും വരിക, വരാൻ ശ്രമിക്കുക.